ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറങ്ങുന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ക്രിസ്തീയ സഭയ്ക്കും സമൂഹത്തിനും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും 3000-ലധികം ഗാനങ്ങൾ സമ്മാനിച്ച തിരുവനന്തപുരം സ്വദേശി OVR എന്നറിയപ്പെടുന്ന OV റാഫേൽ സാറിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സാറിൻ്റെ സംഗീതയാത്രകളെയും ജീവിത അനുഭവങ്ങളെയും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞുന്ന പ്രോഗ്രാമിലേക്ക് OVR സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം. സ്വാഗതം. സാറിനെ എല്ലാവർക്കും പരിചയമുള്ളത് ഒരു സംഗീത സംവിധായകൻ, ഗായകൻ, ഗാനരചയിതാവ്, ഒരു സംഗീത അധ്യാപകൻ, ഈ നിലകളിലൊക്കെയാണ്. സാർ, ഇതിൻ്റെയൊക്കെ ഒരു പ്രാരംഭ കാലഘട്ടം എങ്ങനെയായിരുന്നു? പ്രാരംഭ കാലഘട്ടം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെല്ലാവരും പാടും. എൻ്റെ അപ്പനും അമ്മയും സഹോദരന്മാരെല്ലാവരും പാടും. എല്ലാവരും പാട്ടുകാരാണ്. അപ്പം അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം എനിക്കുണ്ട്. ആ കുടുംബ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാനും സംഗീതം അഭ്യസിച്ചത്. എൻ്റെ സംഗീത യാത്രയുടെ ഒരു കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സംഗീതയാത്രയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ വൈദികനാകാനായിട്ട് സെമിനാരിൽ പോയി. പിന്നെ അവിടെ ആദ്യം ലത്തീൻ പഠിച്ചു. പിന്നെ ഒരു വർഷം പ്രീ യൂണിവേഴ്സിറ്റി, അന്ന് പ്രീ ഡിഗ്രി ഒന്നുമില്ല. അത് കഴിഞ്ഞ് ആലുവ സെമിനാരിയിൽ വൈദികനാകാൻ വേണ്ടി പോയി. വൈദികനായി പോയപ്പോഴും അവിടെ ഞാൻ ഫിലോസഫി പഠിച്ചു, തിയോളജി പഠിച്ചു, എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായി എനിക്ക് വൈദികനാകാനുള്ള യോഗ്യതയില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എൻ്റെ യാത്രയുടെ ആരംഭം. എല്ലാം പഠിച്ചതിന് ശേഷമാണ് അങ്ങനെ എനിക്ക് മനസ്സിലായത് ആ യോഗ്യത എനിക്കില്ലെന്നുള്ളത്. ആദ്യത്തെ പാട്ട് ഏതായിരുന്നു? ആദ്യത്തെ പാട്ടെന്ന് അങ്ങനെ പറയാനായിട്ട് അങ്ങനെ പറ്റില്ല ഏത് പാട്ടെന്നുള്ളത്. കാരണം എത്ര വർഷം മുമ്പാണത്, അത്രയും വർഷം മുമ്പാണ്. അപ്പോൾ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത ഏത് പാട്ടെന്ന് എനിക്കും ഓർമ്മയില്ല. അത്ര അധികം പാട്ടുകളോട് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത പാട്ടുകളിലാണ് ഈ കനിവോടെ സ്വീകരിക്കണമേ പാട്ടുകൾ, കാവലത്തെ മല്ല നല്ല പാട്ടൊക്കെ വരുന്നത്. ദേവാലയ ശുശ്രൂഷയുടെ പ്രാർത്ഥനാ ഗാനങ്ങൾക്ക് ഈണം പകർന്ന് ചരിത്രത്തിന്റെ ഭാഗമായതാണ് സാറ്. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് അതെ, ഞാനും പള്ളിയായിട്ട് അത്ര ബന്ധമായിരുന്നു. പള്ളി എന്ന് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയതിനു ശേഷം എല്ലാം ചെയ്തുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവമാണ് എനിക്ക് എന്നെ ഈ ഡിവോഷണൽ സോങ്ങിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. സാർ, അത് മാത്രമല്ല നമ്മുടെ കുർബാനകൾക്ക് ആവശ്യമായ പ്രാർത്ഥനകൾ സംഗീതമാക്കിയിട്ടുണ്ടല്ലോ. അതെ. അത് പുതിയ കുർബാന കംപ്ലീറ്റ് ഞാനാണ് എഴുതിയതും ട്യൂൺ ചെയ്തത്. പാട്ടുകൾ അല്ലേ? പാട്ടുകൾ. ആദ്യമായി ചർച്ച് കൊയറിലെ സംഗീത ഉപകരണങ്ങളെ പരിചയപ്പെടുത്തിയത് സാറാണെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഞാൻ മാറിയവാൻസ് കോളേജിൽ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ പിള്ളേരെ മ്യൂസിക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു, സാറേ ഞങ്ങളുടെ വീട്ടിലൊരു വലിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് എന്താണെന്ന് അറിയണ്ട, അത് നോക്കണമെന്ന് പറഞ്ഞു. ഞാനത് നോക്കാൻ ചെയ്തപ്പോൾ ഓർഗനായിരുന്നു, ഇലക്ട്രോണിക് ഓർഗനാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണതിന് ഇത് പ്രയോജനപ്പെട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ട് അങ്ങനെ എന്ന് പറയാം. ആ സാറ് അത് വാങ്ങിക്കോ? ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കാം, എത്ര രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 20,000. അന്നാണ്, എത്ര കാലഘട്ടം മുമ്പാണ്. അപ്പോൾ 20,000 കൊടുത്ത് ഞാൻ അത് ലോണൊക്കെ എടുത്താണ് വാങ്ങിച്ചത് അന്ന്.
അതിനുശേഷം പിന്നെ ഈ ഓർഗൻ ഉപയോഗിച്ച് തന്നെ പള്ളിയിൽ കൊയർ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ സെമിനാരിൽ നിന്ന് പോകണമെന്ന് വൈദികനാകാൻ യോഗ്യതയില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ ഡൽഹിയിൽ നിന്നൊരു മൈക്കൽ പനക്കലച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു, OVR ഡൽഹിയിലേക്ക് പോര്, ഞാൻ OVRന് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴും മാത്യു കോതകത്തച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് നല്ല നിനക്ക് മദ്രാസാണ്, നിനക്ക് സിനിമ ഫീൽഡിൽ ഒരുപാട് കാര്യം ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു. അച്ഛൻ ലെറ്ററും തന്നിട്ടുണ്ട്, അത് ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ടത്. ഫാർ തിരുവനന്തപുരത്ത് നിന്ന് ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഫാർ ബെനഡിക്റ്റ് എന്നെ വിളിച്ച് OVR തിരുവനന്തപുരത്തോട്ട് പോലെ ബിഷപ്പ് തന്നെ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കൊയർ തുടങ്ങണം, എല്ലാ പള്ളികളും പോയി പാട്ട് പഠിപ്പിക്കണം, പാസ്റ്ററൽ വിസിറ്റിന് മുന്നോടിയായി അവിടുത്തെ പള്ളികളിലെല്ലാം പാട്ടുകൾ കൊയറുണ്ടാക്കി രൂപീകരിക്കണം. അപ്പോൾ എനിക്ക് ഈ 3 ചോയ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡിവോഷണൽ സോങ്സ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വിളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ തിരുവനന്തപുരത്ത് പോകുന്നു. പിന്നെ പള്ളികളിൽ എങ്ങനെയാണ്? ഓർക്കസ്ട്ര ഇല്ലില്ല. അപ്പോൾ ഞാൻ ഇത് പണ്ട് ഹാർമോണിയം ഇങ്ങനെ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇലക്ട്രോണിക് കീബോർഡ് വാങ്ങിച്ചപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പള്ളികളിൽ പോയി പഠിപ്പിച്ചോ? അന്നേരം പള്ളികളിൽ ഞാൻ തിരുവനന്തപുരം മിക്കവാറും എല്ലാ പള്ളികളും പോയി ഞാൻ പാട്ട് പഠിപ്പിക്കുകയും കൊയർ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തിരുവനന്തപുരം മുഴുവൻ സഞ്ചരിക്കാൻ സാധിച്ച് ആ കൊയർ രൂപീകരണം നടത്താനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലൊക്കെ ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ട് സാറ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് സാറിൻ്റെ സംഗീത ജീവിതത്തെ സാറ് ഉപയോഗിച്ചത്. ആ നിലപാടിന് എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? ആ നിലപാട് എന്നെ സംബന്ധിച്ചത് എൻ്റെ ഹൃദയത്തിൽ സംഗീതം ദൈവികമാണ്. ആ ദൈവിക സംഗീതം ആണ് മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ രീതിയിൽ സംഗീതം പ്രയോഗിക്കാനാണ് എനിക്ക് താല്പര്യം വന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തോട്ട് വന്ന് എന്നെ വിളിച്ചപ്പോൾ ഈ 3 സ്ഥലത്ത് വിളിച്ചപ്പോഴേക്കും ഈ തിരുവനന്തപുരത്ത് വന്ന് വെള്ളയമ്പലത്ത് ബിഷപ്പ് ഹൗസിൽ നിനക്ക് താമസിക്കാം, അവിടെ താമസിച്ച് രൂപത മുഴുവനും കൊയർ രൂപീകരിക്കുകയും പാട്ട് പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ അതാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്നു എന്ന് പറയുമ്പോൾ സാറിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എറണാകുളംകാരനാണ്. വടക്കംപുറൂരാണ് വീട്. വടക്കംപുറം, തുരുത്തിപ്പുറം, വടക്കംപുറം, അവിടെയാണ് എൻ്റെ വീട്. അവിടെ നിന്നാണ് അവിടെ പള്ളി അന്തരീക്ഷത്തിലാണ് ഞാൻ ജീവിച്ചത്. സാറിൻ്റെ നല്ല കുറേ പാട്ടുകൾ ഞങ്ങളുടെ ഓർമ്മയിലുള്ളത്, ജനിച്ച കാലത്തൊക്കെ ഞങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുള്ളൊരു പാട്ടാണ് പവനാത്മാവാം ദൈവമേ. ആ പാട്ട് 4 വരി ഒന്ന് പാടാമോ? പാവനാത്മാവാമൻ ദൈവമേ, പാവന സ്നേഹ പ്രകാശമേ, താവകദാനങ്ങളേടും നീ മാനസങ്ങൾ കരുളേ ആമേ. അപ്പോൾ ഇന്നാളെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ച് അച്ഛൻ എടുത്ത് പറഞ്ഞ് OVRൻ്റെ പാട്ടുകളിൽ മാത്രമുള്ള ഈ 7 ദാനങ്ങളെ പറ്റി പറയണത്, വേറെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിലും ഈ 7 ദാനങ്ങളെ പറ്റി പറയുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. സാറ് തന്നെ എഴുതിയ പാട്ടാണോ? അതെ, ഞാൻ തന്നെ എഴുതിയതാണ്. അതുപോലെ കനിവോടെ സ്വീകരിക്കണമേ, അത് സാറ് എഴുതിയതല്ലേ? അതെ, ഞാൻ എൻ്റെ വേഴ്സാണ്, എൻ്റെ വേഴ്സും ട്യൂണാണ്. അതെ, ഇപ്പോഴും ഈ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ലോകത്തിൻ്റെ എവിടെയെങ്കിലും സാറിൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത്രയ്ക്ക് ഭയങ്കര ഒരു നിധിയാണ് സാറ് സഭയ്ക്ക് സമ്മാനിച്ചത് ഈ സംഗീതം എന്ന ദാനത്തിലൂടെ. അത്ര മനോഹരമായിരിക്കുന്നു സാറിൻ്റെ പാട്ടുകളൊക്കെ. നമ്മളും ദൈവത്തെ സ്തുതിക്കുന്നത് ഇതൊക്കെ പാടിയാണ്. സാർ ഈ വാ വാ യേശുനാഥ എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് 2 ട്യൂണിൽ ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. വാ വാ യേശുനാഥ ആ ഒരു ട്യൂണിൽ കേട്ടിട്ടുണ്ട്. പിന്നെ വാ വാ യേശുനാഥ വാ വാ സ്നേഹനാഥ, ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ അല്ലേ? അതിലേതാണ് സാറിൻ്റെത്? സാറ് കമ്പോസ് ചെയ്തത്? ആ ട്യൂണ് അത് മുഴുവൻ എൻ്റെ ആണ്. വേഴ്സ് കല്ലറ കച്ചൻ.
ആണല്ലേ. ജേക്കബ് കലാക് എന്നൊരു അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ എത്ര വർഷം മുമ്പ് മരിച്ചുപോയി. അച്ഛൻ്റെ വേഴ്സാണത്. അപ്പം അതിന് ട്യൂൺ ചെയ്ത് ഞാനാണ്. ഈ പാട്ട് കുഞ്ഞുങ്ങൾ വരെ ആദ്യം കുർബാന സ്വീകരണത്തിന് പഠിക്കുന്ന ഒരു പാട്ടാണ്. ഇന്നും 4 തലമുറയ്ക്ക് ശേഷവും ഇത്ര മഹത്വമുള്ള ശുശ്രൂഷയാണ് സാറ് ചെയ്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. യേശുനാഥ മാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നീൻ പ്രാണനാഥൻ നീൻ സ്നേഹരാജൻ നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ. പൂക്കൾക്കില്ല പ്രഭ തേൻ മധുരമല്ല നീ വരുമ്പോഴും ആനന്ദം വർണ്ണ്യമല്ല വാവ യേശുനാഥ. സാറിൻ്റെ വൈഫ് റാണി ടീച്ചർ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞു. അതിൽ ഒരു പാട്ട് ഓർത്തിരിപ്പുണ്ടോ? റാണി എഴുതിയ ഒരുപാട് പാട്ടുണ്ട്. വരുവിൻ വരുവിൻ ഗായകരെ, അത് തിരുവത്താഴ സമയമായി, ജീവിതത്താഴം, ഇങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. എല്ലാം ഇപ്പോൾ ഓർമ്മയിലില്ല. തരംഗണിക്ക് വേണ്ടി വല്ല പാട്ടുകളും എഴുതിയിട്ടുണ്ടോ ടീച്ചർ? തരംഗണിയിൽ ഉണ്ട് പാട്ടുണ്ട്. ഞാൻ ഒരിക്കൽ തരംഗണി 10 പാട്ട് ചെയ്തതിലൊന്ന് വൈഫിൻ്റെ പാട്ടായിരുന്നു. എല്ലാം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയിലില്ല. അതാണ്. സാറിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? അതെ, ഞങ്ങൾ അപ്പനും അമ്മയും 8 മക്കളുമായിരുന്നു. 8 മക്കളിൽ എല്ലാവരും ഇനിയൊരു എൻ്റെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഞാൻ 7ാമത്താണ്. അതിനൊരു മൂത്ത ചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബാക്കി എല്ലാവരും മരിച്ചുപോയി. എൻ്റെ ഇളയ പെങ്ങളുണ്ടായിരുന്നു, അവളും മരിച്ചുപോയി. അവൾ നേഴ്സായിരുന്നു, ജാംഷഡ്പൂർ. അവളും മരിച്ചു. അങ്ങനെ കുടുംബത്തിൽ അവശേഷിക്കുന്നത് ഞാനും എൻ്റെ ഒരു ചേട്ടനും മാത്രമാണ് ഇപ്പോൾ. മക്കൾ എത്ര പേരുണ്ട് സാറിന്? 3 മക്കളുണ്ടായിരുന്നു. ഏറ്റവും മൂത്താണ് റോണി. ഇവിടെ റോണിൻ്റെ വീടാണിത്. റോണിൻ്റെ ഇളയതൊരു റൈന റാഫേൽ. പിന്നെ ഇപ്പോൾ ഉള്ള റിൻഡ റാഫേലുണ്ട്. റിൻഡ റാഫേൽ എൻ്റെ കൂടെ ഉണ്ട്, ഇപ്പോഴുണ്ട്. 3 പേരല്ലേ? 3 പേര്. വൈഫ് മരിച്ചുപോയി. വൈഫ് മരിച്ചിട്ട് ഓരോ വർഷമായി. വൈഫ് എഴുതിയ പാട്ടിലൊക്കെ മിക്കവാറും ഞാൻ തന്നെ എല്ലാം ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദേവാലയ സംഗീത ശുശ്രൂഷകളെ അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ? ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഈ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തേ ഒരു പാട്ട്, അപ്പോൾ ജൂബിലി ആയിരുന്നു, നിർമ്മല ഭാ സ്കൂളിലെ ജൂബിലി ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ജോയ്ഫുള്ളായിട്ടൊരു പാട്ട് വേണം, സാറ് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞു. ജോയ്ഫുള്ളായിട്ട് സന്തോഷമാക്കാൻ പാട്ടായിരിക്കണം. അപ്പോൾ ഞാൻ ട്യൂൺ ചെയ്ത് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവിടെ അത് കേട്ടുകൊണ്ടിരുന്നൊരു അച്ഛൻ
അച്ഛനതത്ര ദഹിച്ചില്ല. അച്ഛനത് കേട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇതെന്തിനാണ് അവന് പള്ളിപ്പാടാനുള്ള പാട്ട്, ഇവർ ജൂബിലായതുകൊണ്ട് ജൂബിലൻ്റ് സോങ്ങാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, ഞാൻ ഒരു പാട്ട് പറയാം, അതുപോലെ ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞു. ആ അച്ഛൻ പറയുമെന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ പാടിയ പാട്ട് ഏതാണെന്ന് പറയുമ്പോൾ, കനിവോടെ സ്വീകരിക്കണമേ നിറയും ജീവി, ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ സിസ്റ്റർ പേഷ്യൻസ് എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ അപ്പോൾ സിസ്റ്റർ ചാടി എഴുന്നേറ്റ് പോയി, അച്ഛൻ ആരുടെ അടുത്താണ് സംസാരിക്കണമെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം, പിന്നെ എന്താ ഇത് നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ എൻ്റെ പേര് OVR. അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളെല്ലാം OVRൻ്റേതാണ്. അയ്യോ എന്നെ ക്ഷമിക്കണം, എൻ്റെ കാലിക്കലായിട്ട് വീണു അദ്ദേഹം. ഞാൻ പറഞ്ഞു, അച്ഛൻ വീട്ടിൽ സാരമില്ല, അച്ഛന് ഓർമ്മയില്ല പറഞ്ഞതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഈ പാട്ടെടുത്താണ് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞത്. കൊയറിലൊക്കെ ഉള്ള കുട്ടികൾക്ക് സാറിന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ദൈവിക സംഗീതം, അത് ദൈവത്തിൻ്റെ ഉള്ളതാണ്. സംഗീതം സ്വർഗത്തിൻ്റെ ഭാഷയാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ആ സംഗീതമാണുള്ളത്, അത് വേറൊരു ഭാഷയില്ല. അവിടെ ഹിന്ദി, തമിഴോ, മലയാളമോ അങ്ങനെയില്ല, ഒറ്റ ഭാഷയുള്ളൂ, സംഗീത ഭാഷ മാത്രമേ ഉള്ളൂ, ദൈവിക സംഗീതം. അപ്പം അത് മനസ്സിലാക്കി വേണം നിങ്ങൾ എല്ലാം മുന്നോട്ട് പോകാനായിട്ട് എന്നല്ല. അതാണിപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം. OVR സാർ മലയാളക്കരയിലെ ഏറെ പ്രഗത്ഭനായ ഒരു ഗാനരചയിതാവും അതോടെ സംഗീത സംവിധായകനുമാണ്. നിരവധി മനസ്സുകളിൽ അദ്ദേഹം കോറിയിട്ട ഗാനങ്ങൾ ഇന്നും ആരാധനയ്ക്ക്, അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും സ്പർശിക്കുന്നതും അവരുടെ ജീവിതത്തിൽ നിന്നും അനുഭവങ്ങൾ നൽകുന്നതുമായിട്ടുള്ള ഗാനങ്ങളാണ്. നമ്മുടെ ആരാധനയെ സജീവമാക്കുവാനായി എന്നും ഏറെ പരിശ്രമിക്കുകയും തൻ്റെ കഴിവുകൾ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് OVR സാർ. ഈ അവസരത്തിൽ സാറിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം നൽകിയ കഴിവുകളെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു പ്രഗത്ഭ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം രചിച്ച ഗാനങ്ങളും ആലപിച്ച ഗാനങ്ങളും സംഗീതം നൽകിയ ഗാനങ്ങളുമൊക്കെ എന്നും തലമുറകൾ തോറും അത് എന്നും നിലനിൽക്കും എന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയും നിരവധി പേർക്ക് ഇത് ആത്മീയ ഉണർവ് നൽകുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. OVR സാറിൻ്റെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരോട് ചോദിച്ചാലും ആദ്യം പറയുന്നത് ഗാഗുൽത്താ മലയിൽ നിന്നും എന്നുള്ള ഗാനമാണ്. അത് ഈസ്റ്ററിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദം, എനിക്ക് തോന്നുന്നത് ലോക മലയാളികൾ ഉള്ളിടത്തെല്ലാം ഈ പാട്ട് ഉയർന്നുകൊണ്ടേയിരിക്കും സ്വർഗത്തിലേക്ക്. സാറിൻ്റെ ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് ഈ പാട്ട് ട്യൂൺ ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയത് മങ്കുഴിക്കരി ബിഷപ്പ്, അന്ന് ബിഷപ്പല്ല, ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ്, ഞാനൊരു പാട്ട് തരാം, അതൊന്ന് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് തന്ന വേടാണ് ഈ ഗാഗുൽത്താ മല എന്നുള്ളത്. അപ്പോൾ മങ്കുഴിക്കരി അച്ഛനാണ് എന്നെ പ്രേരിപ്പിച്ചത് ഈ ട്യൂൺ ചെയ്യാൻ വേണ്ടി. ഞാൻ സെമിനാരിൽ പഠിക്കണമെന്ന്, അന്ന് ഫിലോസഫിയാണ് തിയോളജിയാണ് ഏത് ഇയറാണെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ കമ്പോസ് ചെയ്തത്. വചനത്തിൽ നമ്മൾ ഇങ്ങനൊരു ഭാഗം ശ്രവിക്കാറുണ്ട്. ദൈവം മനുഷ്യർക്ക് പല വിധത്തിലുള്ള ദാനങ്ങൾ നൽകുന്നു, താലന്തുകൾ കൊടുത്തു. അതിൽ വർദ്ധിപ്പിച്ചവരുണ്ട്, കുഴിച്ചുമൂടിയവരുണ്ട്. ദൈവം സാറിന് തന്ന താലന്തുകളെ സാറ് വിശ്വസ്തനായ ഒരു ദാസനെ പോലെ അത് ദൈവത്തിന് നൽകി. ദൈവം നെഞ്ചോട് ചേർത്ത് വെച്ച ആ സമയങ്ങളെയും ഈ നിമിഷം വരെ ദൈവം ചൊരിഞ്ഞ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് സാറിന് നന്ദി പറയുന്നു. നന്ദി. സത്യം സനാതന സൗന്ദര്യമാകും നിത്യമനോഹരനീശ്വരനെ വാഴ്ത്തുന്നു ഭക്തി മഹാദരവോടെ.
ഞാനോ വിനീതയായി വന്നൊരു ദാസി, ദൈവം ആ ദാസ്യം സ്വീകരിച്ചു. ഞാനോ വിനീതയായി വന്നൊരു ദാസി, ദൈവം ആ ദാസ്യം സ്വീകരിച്ചു. വിശ്വൈക ഭാഗ്യം തികഞ്ഞൊരു മംഗള, വിശ്വൈക ഭാഗ്യം തികഞ്ഞൊരു മംഗള മുത്തായി നീ മിനുക്കി എന്നെ. സത്യം സനാതന സൗന്ദര്യമാകും നിത്യമനോഹരനീശ്വരനെ വാഴ്ത്തുന്നു ഭക്തി മഹാദരവോടെ. നാം ഈ സമയം ഇത്രയും OVR സാറിനെ ശ്രവിക്കുകയായിരുന്നു. സംഗീതം സ്വർഗത്തിൻ്റെ ഭാഷയാണെന്നും അത് വിശ്വസിച്ചുകൊണ്ട് ഭൂമിയിൽ ആ സംഗീതത്തെ ഏറ്റുപാടുകയും പാടാൻ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അതിരുമടങ്ങ് പ്രാർത്ഥനയാക്കുകയും ചെയ്ത സാറിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.